കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായി പി ഇന്ദിര UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് 36 വോട്ടും VK പ്രകാശിനിക്ക് 15 വോട്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. അർച്ചന വണ്ടിച്ചാലിന് 4 വോട്ട് ലഭിച്ചു. SDPയുടെ വോട്ട് അസാധുവായി എന്ന വിവരവും വരുന്നുണ്ട്. ഇപ്പോൾ അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായി UDFിലെ അഡ്വക്കേറ്റ് പി ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് വരുന്ന വാർത്ത, കൊല്ലത്ത് 2ാം റൗണ്ട് വോട്ടെടുപ്പ് തുടങ്ങിയെന്നാണ്. ആദ്യ റൗണ്ടിൽ UDF സ്ഥാനാർത്ഥി AK ഹഫീസിന് 28 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 16ഉം NDAക്ക് 12 വോട്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. 2ാം റൗണ്ടിൽ UDFിൻ്റെയും LDFിൻ്റെയും സ്ഥാനാർത്ഥികളായിരിക്കും മത്സരിക്കുക. ആദ്യ റൗണ്ടിൽ SDPയുടെ പിന്തുണ UDFിന് ലഭിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുകയാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായി അഡ്വക്കേറ്റ് പി ഇന്ദിര UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അജീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായി ഒന്നും തന്നെ സംഭവിച്ചില്ല. കോൺഗ്രസിന്റെ UDFിന്റെ വോട്ടിംഗ് നില 36 അംഗമുള്ള UDFിന് 36 വോട്ടുകളും ലഭിച്ചു. LDFിന് 15 വോട്ടുകളും ഒപ്പം തന്നെ BJPക്ക് 4 വോട്ടുകളുമാണ് ലഭിച്ചത്. ഒരു SDP സ്ഥാനാർത്ഥി അംഗമുണ്ടായിരുന്നു, ആ വോട്ട് അസാധുവായി. എന്നാലും ആ UDFിന്റെ കോർപ്പറേഷന്റെ 5ാമത്തെ മേയറായി അഡ്വക്കേറ്റ് പി ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടു. 3ാമത്തെ തവണയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ മേയറായി പി ഇന്ദിര UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.